വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എങ്ങനെയാണ് കുറേ ദിവസം നമുക്ക് സൂക്ഷിക്കാം എന്നുള്ളതിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പം ഞാൻ ഇന്നിടാം നാളെ ഇടാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നീട്ടി കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ ഇനി നീട്ടുന്നില്ല. ഒരുപാട് പേർക്ക് ഉപകാരപ്രദമായ വീഡിയോ ആണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ബാച്ചിലേഴ്സിനാണെങ്കിലും അതുപോലെ തന്നെ ജോലിക്ക് പോകുന്ന കുട്ടികൾക്കും കുഞ്ഞുങ്ങളുള്ള അമ്മമാർക്കും ഒക്കെ ഇത് ഉപകാരപ്രദമാകും. മാത്രമല്ല നമുക്കാണെങ്കിൽ പോലും ഇപ്പം നാളെ ഗസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ നേരത്തെ തന്നെ ഇതൊക്കെ റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജോലി എളുപ്പമായിരിക്കും അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്ന വിധം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ വീഡിയോയിൽ മെൻഷൻ ചെയ്യാൻ വിട്ടുപോയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്വാണ്ടിറ്റി അനുസരിച്ച് ഞാൻ 6 ടേബിൾ സ്പൂണാണ് ഓയിൽ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ ഈ മൊത്തം റെസിപ്പിക്ക്. അപ്പം അത് ഞാൻ എടുത്ത് പറയാൻ വിട്ടിട്ടുണ്ടായിരുന്നു, അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ വേറെ എന്താ വിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ നാട്ടിൽ പോവാണ്. ഇന്ന് രാത്രി ഞാൻ മാത്രമാണ് പോകുന്നത് ഒരു 3 ദിവസത്തിന് വേണ്ടിയിട്ട്. ശനിയാഴ്ച തിരിച്ചു വരും. അപ്പം അമ്മയുടെ കൂടെ ഒന്ന് 2-3 ദിവസം ഇരിക്കാന്ന് വെച്ചിട്ടാണ് പോകുന്നത്. കുട്ടികളും ജാൻചേട്ടനും അന്നത്തെ പോലെ തന്നെ അവർ ഹാൻഡിൽ ചെയ്യട്ടെ. പിന്നെ മക്കൾക്ക് യൂണിഫോമും ബുക്സൊക്കെ കൊടുക്കുന്ന ദിവസമാണ്. അപ്പോൾ അവരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പം പിന്നെ ചേട്ടൻ പറഞ്ഞു കുഴപ്പമില്ല, നീ തന്നെ പൊക്കോ, ഞങ്ങൾ ഹാൻഡിൽ ചെയ്തോളാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാമ്പാർ, മീൻകറി, മീൻ വറുക്കാനുള്ളത്, കുറച്ച് പൊരിയൽ, തോരനൊക്കെ ഞാൻ റെഡിയാക്കി ഓൾറെഡി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ കഴിച്ച് ബാക്കിയുള്ളതൊക്കെ ഓർഡറൊക്കെ ചെയ്ത് അടിച്ചു പൊളിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പം ഞാനും നാട്ടിൽ പോയിട്ട് മിക്കവാറും തിരക്കിലായിരിക്കും. അവിടെ നിന്ന് വീഡിയോ ഇടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. അപ്പോൾ ഇടാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് ശനിയാഴ്ചയോ അല്ലെങ്കിൽ ഞായറാഴ്ചയോ കാണാം. അപ്പോൾ അതുവരേക്കും ടാറ്റ ബൈ ബൈ. അപ്പോൾ ഒട്ടും താമസിയാതെ നമുക്ക് എങ്ങനെയാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം എടുത്തു വെച്ചിരിക്കുന്നത് വെളുത്തുള്ളിയാണ്. ഈ വെളുത്തുള്ളിയുടെ അളവ് എന്ന് പറയുന്നത് 250 ഗ്രാം ഉണ്ട്. അതായത് 1/4 കിലോ വെളുത്തുള്ളി ഉണ്ട് ഇത്. അതേപോലെ തന്നെ ഇഞ്ചിയുടെ വെയിറ്റ് പറയുകയാണെങ്കിൽ 150 ഗ്രാം. അതായത് ഞാൻ എപ്പോഴും എങ്ങനെയാണ് വെയിറ്റ് നോക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുത്തുള്ളിയേക്കാളും 100 ഗ്രാം കുറവായിരിക്കും ഇഞ്ചിയുടെ അളവ്. നിങ്ങൾ ചോദിക്കും ഇപ്പോൾ എങ്ങനെയാണ് ഈ വെളുത്തുള്ളിയുടെ അളവ് നമുക്ക് നിശ്ചയിക്കാൻ പറ്റുകയെന്നല്ലേ? അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന 5 കുടം വെളുത്തുള്ളിയാണ്. അതുപോലെ തന്നെ ഒരു 4 കഷ്ണം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ ഞാൻ സാധാരണ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ കടയിൽ വിളിച്ച് പറയുമ്പോൾ ഒരു 300 ഗ്രാം വെളുത്തുള്ളിയും അതുപോലെ തന്നെ 200 ഗ്രാം ഇഞ്ചിയും പറയും. അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞു വരുമ്പോൾ ഒരു 50 ഗ്രാമിൻ്റെ അളവ് തൊലിയൊക്കെ പോകും. അപ്പോൾ നമുക്ക് ഏകദേശം അളവ് മതി കേട്ടോ. അപ്പോൾ വെളുത്തുള്ളിയുടെ അളവാണ് നമുക്ക് മുന്നോട്ട് നിൽക്കേണ്ടത്. കാരണം ഇഞ്ചിയുടെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഒരു കയ്പ്പുരസം വരും. അത് ഒഴിവാക്കാനാണ് നമ്മൾക്ക് ഇഞ്ചിയുടെ അളവ് കുറയ്ക്കാൻ പറയുന്നത്. അപ്പോൾ തൊലി കളഞ്ഞതിന് ശേഷം വളരെ നൈസാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നൈസാക്കി അരിഞ്ഞ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മിക്സിയിൽ അടിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വളരെ നൈസാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അരിഞ്ഞിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ വെള്ളം ചേർക്കാണ്ടാണ് ആദ്യം അരയ്ക്കാൻ നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ കൂടുതൽ ദിവസം എടുത്തു വെക്കേണ്ട ഒരു സംഭവം ആയതുകൊണ്ട് വെള്ളം ചേർക്കാതെ ഉണ്ടാക്കിയായിരിക്കും ഏറ്റവും നന്നായിരിക്കുക. അതുപോലെ തന്നെ ഇഞ്ചിയുടെ തൊലി കളഞ്ഞ് നന്നായി വാഷ് ചെയ്ത് പിന്നെ അതിലത്തെ വെള്ളമൊക്കെ തുടച്ച് കളഞ്ഞതിന് ശേഷം നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയാണിത്. നമുക്കിനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അരച്ചെടുക്കണം. അതിന് മുൻപായിട്ട് ബാക്കി വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഓയിൽ വേണം നമുക്ക്. അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് വേണം. അപ്പോൾ ഇത് 2 തരത്തിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ അരച്ചിട്ട് ഫ്രിഡ്ജിൽ സാധാരണ ഒരു കുപ്പിയിൽ എടുത്ത് വെക്കാം, അങ്ങനെയും വെക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഐസ് ക്യൂബായിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് നമുക്കിത് സ്റ്റോർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഐസ് ക്യൂബ് ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന പോലെ നമ്മുടെ ഉപ്പ് റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ നമുക്ക് വെള്ളം ഒഴിച്ച് നമുക്കിത് അരച്ചെടുക്കാം. ഐസ് ക്യൂബ് ആയതുകൊണ്ട് കേടാവാനുള്ള ചാൻസ് കുറവാണ്. പക്ഷേ നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലാണ് സൂക്ഷിക്കാൻ പോകുന്നത്, അതായത് ഇതൊരു പേസ്റ്റ് പോലെ ആക്കിയിട്ട് തന്നെയാണ് നിങ്ങൾ സൂക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന പോലെ അതിൽ വെള്ളം ഒഴിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഈ ഉപ്പ് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. അതുപോലെ തന്നെ ഇതിൽ ചേർക്കുന്ന ഓയിലിൻ്റെ അളവും കൂടും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് പ്രിഫറൻസ് അതുപോലെ ചെയ്തോളൂ. ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഐസ് ക്യൂബായി സൂക്ഷിക്കാനാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഓരോ ക്യൂബായിട്ട് നമുക്ക് എടുത്തിട്ട് കറിയിലോട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ കറിയിൽ ഇടുന്നേക്കാളും മുൻപായിട്ട് ഒരു 10 മുൻപായിട്ട് ഒരു ക്യൂബ് എടുത്ത് വെക്കുകയാണെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോഴേക്കും അതിൻ്റെ തണുപ്പൊക്കെ മാറി നമുക്ക് ഈസി ആയിട്ട് കറിയിൽ ഉപയോഗിക്കാൻ പറ്റും. അതേസമയം നിങ്ങൾക്ക് അങ്ങനെ താല്പര്യമില്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന മെത്തേഡിലാണ് ഫോളോ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ എടുക്കുക. അത് മീഡിയം ഹീറ്റിലോട്ട് ഓൺ ചെയ്യുക. എന്നിട്ട് അതിലോട്ട് നമുക്ക് ഒരുപാടൊന്നും വേണ്ട 2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. കല്ലുപ്പാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ മതിയാവും. ഇത് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നമ്മൾ ചെറിയ അളവിലല്ലേ ചെയ്യാൻ പോകുന്നത്. ഉപ്പിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ കറിയിൽ ഉപ്പിൻ്റെ അളവ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരുപാട് ഉപ്പിടാൻ പാടില്ല. നമ്മുടെ അളവനുസരിച്ച് ഇതിൻ്റെ ഉപ്പിൻ്റെ അളവ് തീരുമാനിക്കണം കേട്ടോ. അപ്പോൾ 2 ടീസ്പൂൺ ഉപ്പ് നമുക്ക് ജസ്റ്റ് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം ഒന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ ഒരു 2 മിനിറ്റോളം നമ്മുടെ ഉപ്പ് ചൂടായിട്ടുണ്ട് കേട്ടോ. അത് മതി, ഓഫ് ചെയ്യാം. ഉപ്പിൻ്റെ കളർ ചേഞ്ച് ആവാൻ പാടില്ല, അതായത് ബ്രൗൺ കളറൊന്നും വരാൻ പാടില്ല. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടാറാൻ അനുവദിക്കുക. ചൂടാറിയതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കണം. ചൂടോടുകൂടി ഇടണ്ട.
മിക്സിയൊക്കെ കേടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ മിക്സ് പുറത്തേക്ക് പെട്ടെന്ന് തന്നെ തെറിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ചൂടാറട്ടെ. ഇതിൽ തന്നെ വേണമെങ്കിൽ വെക്കാം, അതില്ലെങ്കിൽ വേറെ പാത്രത്തിലോട്ട് നമുക്ക് മാറ്റാം. പക്ഷേ ഞാനിപ്പോൾ ഇതിൽ തന്നെ വെക്കുന്നുള്ളൂ. ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. ചൂടാറിയ അടുപ്പിലോട്ട് മാറ്റാം. ഓക്കെ, അപ്പോൾ ഉപ്പ് ചൂടാറാൻ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്കിതങ്ങ് അരച്ചെടുക്കണം. അപ്പോൾ മിക്സിയുടെ ചെറിയ ജാർ ഉപയോഗിക്കാതിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഏറ്റവും മൂർച്ചയുള്ളത് നമ്മുടെ ചെറിയ ജാറിലാണ് അല്ലേ. അപ്പോൾ അതിലോട്ട് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഒരുമിച്ച് ഇടാൻ പാടില്ല കേട്ടോ. ആ ബ്ലേഡിൻ്റെ മേലേക്ക് വരുന്ന രീതിയിൽ നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഓയിൽ ഞാൻ കൂടുതൽ ഒഴിക്കാൻ പോകുന്നത്. അതേസമയം ഫ്രീസറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബായിട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇത്ര ഓയിൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ നമ്മൾ വെള്ളത്തിന് പകരമായിട്ടാണ് ഓയിൽ ഉപയോഗിക്കാൻ പോകുന്നത് കേട്ടോ. ഒരുപാടല്ല, എന്നാലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓയിൽ ചൂടാക്കിയതിന് ശേഷം ചൂടാറിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. പക്ഷേ ഞാനിപ്പോൾ ഓയിൽ ചൂടാക്കിയിട്ടൊന്നുമില്ല. ഞാനിപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് അരച്ച് കൊണ്ടുവരാം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് മാറ്റണം. വെള്ളം ഒഴിച്ചിട്ടില്ല. വെള്ളം ഒഴിക്കണമെങ്കിൽ തന്നെ തിളപ്പിച്ചിട്ട് ചൂടാറിയ വെള്ളം മാത്രം ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യത്തെ ബാച്ച് അരച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് നമ്മുടെ ചൂടാറിയ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കറികൾ ഉണ്ടാക്കുമ്പോൾ ഇതുപോലത്തെ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് നിങ്ങൾ ചേർക്കുന്നത് എന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം. ആദ്യം ഇതൊക്കെ ചേർത്ത് നോക്കിയിട്ട് എല്ലാം വഴറ്റിയതിന് ശേഷം മാത്രം ഉപ്പ് ചേർത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ കൂടിപ്പോയി കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ ഇതിലോട്ട് നമ്മൾക്ക് വീണ്ടും കുറച്ചും കൂടെ ഗാർലിക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ എണ്ണ ഒഴിക്കുന്നില്ല. അരയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാക്സിമം അരച്ചെടുക്കണം. എന്നിട്ട് കുറച്ചും കൂടെ എണ്ണ പിന്നെ ഒഴിക്കുക. അപ്പോൾ 2 ടേബിൾ സ്പൂൺ എണ്ണയാണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത്. വെള്ളം ഒട്ടും ചേർത്തിട്ടില്ല. വീണ്ടും ഇതേപോലെ തന്നെ ഇഞ്ചി ചേർത്ത് കൊടുക്കുക. അങ്ങനെ മൊത്തത്തിൽ അരച്ചെടുക്കണം. അപ്പോൾ ഇതും ജസ്റ്റ് ഇതേപോലെ തന്നെ അരച്ച് കൊണ്ടുവരാം. അപ്പോൾ ഇത് നന്നായി അരഞ്ഞ് പിന്നെ ഓരോ മിക്സി അനുസരിച്ച് മാറ്റങ്ങൾ വരും. പിന്നെ നിങ്ങൾ കണ്ടിന്യൂസ് ആയി ഒരിക്കലും അരയ്ക്കാൻ പാടില്ല. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് കുറച്ച് വിപ്പ് ചെയ്ത് ആദ്യം അരയ്ക്കുക. അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് കറക്കി കൊടുക്കണം. പിന്നെ ചൂടായിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഓഫ് ചെയ്ത് വെക്കണം. കാരണം ഈ ഇഞ്ചി വെളുത്തുള്ളി എന്നൊക്കെ പറയുമ്പോൾ നല്ല പ്രഷർ ഉള്ളതാണ്, അറിയാമല്ലോ. അതിൻ്റെ സ്മെല്ല് തന്നെ ഒരു ഭയങ്കര എന്താ പറയുക, കുത്തുന്ന സ്മെല്ലാണ്. അപ്പോൾ കൂടുതൽ പ്രഷർ ബിൽഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മിക്സി ചൂടാവാതിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ഒരു ചൂടായിട്ടുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇത് ഓൺ ചെയ്താൽ മതി. ആദ്യം അരച്ചത് ഞാനിവിടെ ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്കിനി അടുത്ത ബാച്ചും കൂടെ അരച്ചെടുക്കാം. ഇതാ രണ്ടാമത്തെ ബാച്ച്. ഇത് നമുക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ആദ്യത്തെ ബാച്ചിൻ്റെ കൂട്ടത്തിൽ കൂടെ ഒഴിക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം ആദ്യത്തെ ബാച്ചിലാണ് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നത് അല്ലേ. അതുകൊണ്ട് രണ്ടാമത്തെ ബാച്ചിൽ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ നന്നായിട്ടിത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത്ര ഈസിയാണ് പരിപാടി. ഇപ്പോൾ നമുക്കിത് ആദ്യമേ തന്നെ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാം. ഇപ്പോൾ ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ ഡയറക്റ്റായിട്ട് ഇതെല്ലാം കൂടി ഇങ്ങോട്ട് ഒരു ഗ്ലാസിൻ്റെ കണ്ടെയ്നറിലോട്ട് ആക്കുക. അതിന് ശേഷം അടച്ച് ഫ്രിഡ്ജിൽ വെക്കാം. ഒരു 2 ആഴ്ചത്തോളം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതേസമയം ഫ്രീസറിൽ ഐസ് ക്യൂബായിട്ട് നമ്മൾ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 മാസത്തോളം നമുക്ക് കേടുകൂടാതെ ഇത് സൂക്ഷിക്കാൻ പറ്റും. അതുകൊണ്ട് അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഉപ്പ് ചേർക്കണം, പക്ഷേ വറക്കേണ്ട ആവശ്യമില്ല. പിന്നെ എണ്ണയ്ക്ക് പകരമായിട്ട് നമുക്ക് ചൂടാറിയ വെള്ളം വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ നമ്മൾ എന്തായാലും ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിരിക്കും കുറച്ചും കൂടെ സേഫ്റ്റി. അപ്പോൾ നമുക്ക് ഇനി ഇത് എന്താ ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് ഞാനൊരു കണ്ടെയ്നറിലായിട്ട് സൂക്ഷിക്കാൻ പോവുകയാണ്. കുറച്ച് നമുക്ക് ഐസ് ക്യൂബായിട്ടും സൂക്ഷിക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇതിൽ മൊത്തം 4 ടേബിൾ സ്പൂൺ ഓയിലാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ 1 ടേബിൾ സ്പൂണും കൂടെ ഓയിൽ ഇതിലേക്ക് ഒഴിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ സാധാരണ രീതിയിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പുറത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ പച്ച കളറായിട്ട് മാറും അല്ലേ. അത് ഓക്സിജനായിട്ട് സമ്പർക്കമാകുമ്പോഴാണ് അങ്ങനെ പച്ച കളറായിട്ട് മാറുന്നത്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലോട്ട് ഓയിലും അതുപോലെ തന്നെ ഉപ്പും ചേർത്ത് മിക്സ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആ പച്ച കളർ വരില്ല. നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് നിങ്ങൾ ഏത് കണ്ടെയ്നറിലാണോ നിങ്ങൾക്ക് സൂക്ഷിക്കേണ്ടത് അതിലോട്ട് മാറ്റാം. ആദ്യം നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു ഐസ് ട്രേ എടുക്കുക. അപ്പോൾ നിങ്ങളുടെ അടുത്ത് എക്സ്ട്രാ ഐസ് ട്രേ ഇല്ല എന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ ഞാൻ എക്സ്ട്രാ ഉപയോഗിക്കുന്ന ഐസ് ട്രേ ആണ്. നിങ്ങളുടെ അടുത്ത് ഇതുപോലെ ഐസ് ട്രേ ഇല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ, ഒരു സ്റ്റീലിൻ്റെ പാത്രം എടുക്കുക. നമ്മൾ ചോറുണ്ണുന്ന പ്ലേറ്റ് ഇല്ലേ, സ്റ്റീലിൻ്റെ ചോറുണ്ണുന്ന പ്ലേറ്റ് പോലെയുള്ളത് എടുക്കുക. കുഴിയുള്ളതാണെങ്കിലും കുഴപ്പമില്ല, കുഴിയില്ലാത്തതാണെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് ആ പ്ലേറ്റിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ വീതം ഒരു പ്ലേറ്റിൻ്റെ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ വെച്ച് ഫ്രീസ് ചെയ്താൽ മതി. അപ്പോൾ ആവശ്യത്തിന് നമുക്ക് ഓരോ ടേബിൾ സ്പൂണിൻ്റെ കണക്കിൽ നിന്ന് വേണമെങ്കിൽ പോലും നമുക്ക് അതിൽ നിന്ന് അടർത്തി എടുക്കാൻ പറ്റും. പക്ഷേ ഏറ്റവും നല്ലത് നമുക്ക് ഐസ് ട്രേ ആണെങ്കിൽ ഐസ് ട്രേയിലോട്ട് ഇടുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ എടുക്കുക. സ്പൂണിൻ്റെ സഹായത്തോടു കൂടി ഓരോ ഐസ് ക്യൂബുമായിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാം. അവസാനം തട്ടി കൊടുത്താൽ മതി. അപ്പം ഇങ്ങനെ വെക്കുകയാണെങ്കിൽ, പക്ഷേ നമ്മളിത് ഒന്ന് കവർ ചെയ്ത് വെക്കാൻ ശ്രദ്ധിച്ചോളൂ. അല്ലെങ്കിൽ നമ്മൾ ഐസ് ട്രേ വെക്കുന്ന ഫ്രീസറിൽ ആകെ ഇതിൻ്റെ ഒരു സ്മെല്ലായിരിക്കും. അപ്പോൾ ജസ്റ്റ് നന്നായിട്ടൊരു അലുമിനിയം ഫോയിൽ ഉണ്ടെങ്കിൽ അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്മെല്ല് നമ്മുടെ ഫ്രീസറിൽ അങ്ങ് പരക്കില്ല. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അല്ലെങ്കിൽ
ഞാൻ പറഞ്ഞ പോലെ കണ്ടെയ്നറിൽ സൂക്ഷിക്കാം. പിന്നെ ഞാനൊക്കെ എപ്പോഴും എന്താ പറയുക സാധാരണ രീതിയിൽ അപ്പം ഉണ്ടാക്കി എടുക്കാറാണ് പതിവ്. പക്ഷേ നമുക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കണം. ഇപ്പോൾ ഗസ്റ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പല റെസിപ്പീസിലേക്കും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണ്ടി വരും അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ തലേദിവസമൊക്കെ ഇതേപോലെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ ജോലി എളുപ്പത്തിലായി കിട്ടും. അപ്പം ഞാനിപ്പോൾ ഐസ് ട്രേൻ്റെ ഇത്ര ഭാഗം കവർ ചെയ്യുന്നുള്ളൂ കേട്ടോ. ബാക്കിയുള്ളത് ഞാനൊരു കണ്ടെയ്നറിലോട്ട് ആക്കി വെക്കാൻ പോവുകയാണേ. അപ്പോൾ നമുക്കിനി ഇതൊരു അലുമിനിയം ഫോയിൽ വെച്ച് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. അലുമിനിയം ഫോയിൽ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോഴത്തെ രണ്ടുണ്ട് ഗുണം. ഇതിൻ്റെ മുകളിൽ ഐസ് ഫോം ചെയ്യില്ല, അതുപോലെ തന്നെ സ്മെല്ലും പുറത്തേക്ക് പോവില്ല. നമുക്കിനി ഇത് ഫ്രീസറിൽ വെക്കാം, നന്നായി തണുപ്പിക്കാം. അപ്പോൾ നിങ്ങൾക്ക് തണുപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഐസ് ക്യൂബായിട്ട് കിട്ടിയതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നറിലോട്ട് മാറ്റി വയ്ക്കാം. പക്ഷേ ഞാനങ്ങനെ ചെയ്യാറൊന്നുമില്ല, ഞാൻ ഇതിൽ തന്നെയാണ് ആവശ്യമുള്ള സമയത്ത് എടുക്കാറുള്ളത്. അപ്പോൾ നമുക്കിത് തണുക്കാൻ വേണ്ടി ഫ്രീസറിൽ വെക്കാം കേട്ടോ. ബാക്കി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ഒരു കണ്ടെയ്നറിലായിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. സാധാരണ റെഫ്രിജറേറ്ററിൽ വെക്കാം. ഐസ് വെക്കുന്നിടത്തല്ല, സാധാരണ നമ്മൾ പച്ചക്കറി വെക്കുന്നതിലോട്ട് വെക്കാം. അപ്പോൾ ഞാൻ ചെറിയ ചെറിയ കുപ്പികളിലാണ് എപ്പോഴും സൂക്ഷിച്ച് വെക്കാറ്. ഒരുപാട് വലിയ കുപ്പിയിൽ ഞാൻ വെക്കാറില്ല. ഇതുപോലത്തെ കുഞ്ഞു കുപ്പികളിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ഇത് കഴിഞ്ഞാൽ, കാരണം എപ്പോഴും സ്പൂൺ ഇടുമ്പോൾ കേടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുഞ്ഞു കുഞ്ഞു കുപ്പിയിൽ വെക്കുന്നതായിരിക്കും ഏറ്റവും സേഫ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ 2 കുപ്പിയിലേക്ക് ഉണ്ടാവും നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അടുത്തത് ഇതുപോലെ തന്നെ അതിലേക്ക് നിറയ്ക്കാം. വെണ്ണ പോലെ അരഞ്ഞിട്ടുണ്ട് അല്ലേ, വെള്ളമൊന്നും ചേർക്കാണ്ട് ആ ഓയിലും ഉപ്പ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയിൽ അത്യാവശ്യം വെള്ളമുണ്ട്, വെള്ളത്തിൻ്റെ അംശമുണ്ട്. ഇതിപ്പോൾ ബാച്ചിലേഴ്സിന് ജോലിക്ക് പോകുന്ന സ്ത്രീകൾക്കും അതുപോലെ തന്നെ കുഞ്ഞു മക്കളുള്ള അമ്മമാർക്കൊക്കെയാണ് ഏറ്റവും യൂസ്ഫുൾ ആയിരിക്കുക. കാരണം എപ്പോഴും ഉണ്ടാക്കണ്ടല്ലോ. അപ്പോൾ ഞാനിപ്പോൾ മൊത്തത്തിൽ ഇത് 2 ബോട്ടിലും അതിന് മേലെ കൂടെ ജസ്റ്റ് ഒരു കുറച്ച് ഓയിൽ ഡ്രിസിൽ ചെയ്ത് കൊടുക്കുക. ആ മേലത്തെ ഭാഗത്തുനിന്ന് ഓയിൽ ഇരുന്നോട്ടെ, കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതിന് ചെയ്യുന്നത്. കാരണം ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യുന്നതല്ല. പിന്നെ കേടായി പോയി കഴിഞ്ഞാൽ ചെയ്ത പണി മുഴുവൻ വെള്ളത്തിലാവും. നമ്മൾ അച്ചാറൊക്കെ ഇടുമ്പോൾ ചെയ്യാറില്ലേ, അതുപോലെ മേലത്തെ ലെയറിൽ ഇച്ചിരി ഓയിൽ ഇരുന്നോട്ടെ. അടച്ച് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ കേട്ടോ. ഫ്രീസറിൽ വെക്കണമെങ്കിൽ ഫ്രീസറിൽ വെക്കാം. പക്ഷേ അത് ഇത്രയും വലിയ ക്വാണ്ടിറ്റി ചെയ്യുമ്പോൾ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എടുക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഐസ് ക്യൂബായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എടുക്കാനും പറ്റും. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഐസ് ക്യൂബ് ആക്കാൻ വേണ്ടിയിട്ട് ചെയ്തേ, ഐസ് ക്യൂബ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല കട്ടി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് 6 മണിക്കൂറിന് ശേഷമാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. ഫോയിൽ പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചിരിക്കുന്നതായിരുന്നു. അപ്പോൾ ഫോയിൽ പേപ്പറിൽ പൊതിഞ്ഞ് വയ്ക്കുമ്പോൾ ഐസ് ക്യൂബ് ആവാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ. കാരണം അത് അത്രയും കവേർഡ് അല്ലേ. സാധാരണ പുറത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഐസ് ക്യൂബ് ആവും. പിന്നെ മാത്രമല്ല ആ സ്മെല്ല് നമ്മൾ പുറത്ത് വരാതിരിക്കാനാണ് കവർ ചെയ്ത് വെച്ചത്. അതൊന്ന് ചിന്തിച്ചാൽ മതി. നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ കത്തി കൊണ്ട് ജസ്റ്റ് സൈഡ് ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് ഐസ് എടുക്കാൻ പോലത്തെ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. കാരണം അങ്ങനെ ഇതാവില്ല. ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും, സുഖമായിട്ട് എടുക്കാൻ പറ്റും. ഇത് കണ്ടോ, ഇതുപോലെ നമുക്ക് ഓരോ ഐസ് ക്യൂബായിട്ട് റിമൂവ് ചെയ്തെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഐസ് ക്യൂബ് ആക്കിയതിന് ശേഷം ഒരു പാത്രത്തിൽ എടുത്ത് അടച്ച് വെക്കാൻ പറ്റും. വേണമെങ്കിൽ അടച്ച് വെക്കാം കേട്ടോ, ഫ്രീസറിൽ തന്നെ വെക്കാം. പക്ഷേ ഞാൻ താല്പര്യപ്പെടുന്നത് ഇതുപോലെ ഐസ് ട്രേ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ വെക്കുന്നതാണ്. അപ്പോൾ ആവശ്യാനുസരണം നമുക്കിതുപോലെ എടുത്താൽ മതിയാവുമല്ലോ. അപ്പോൾ ഇത്ര ഈസിയാണ്. അതുപോലെ തന്നെ നമ്മുടെ കുപ്പിയിൽ വെച്ച് സാധാരണ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഇതും ഒരു കളർ ചേഞ്ചസ് ഒന്നുമില്ല, അതേപോലെ തന്നെ ഇരിപ്പുണ്ട് കണ്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ആഴ്ചയൊക്കെ ഉപയോഗിക്കാം. അതേസമയം ഇതുപോലെ ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ 1 മാസം വരെ ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. ഹോട്ട് ചോക്ലേറ്റിന്റെ ഡിയർ മെമ്മറി മറ്റേ മെമ്മറി പോലെ ഒന്നല്ലല്ലോ. ബ്രിട്ടീഷ് എയർവേസിന്ന് ഫ്ലാറ്റ് ബെഡ് ബിസിനസ് ക്ലാസ് ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തപ്പോൾ ന്യൂയോർക്കിലേക്ക് കൊണ്ടുപോയി. ചൂടാറട്ടെ, കുറച്ച് വെയിറ്റ് ചെയ്യാത്ത. അവിടെ ചെന്നപ്പോൾ നല്ല സ്നോ, നല്ല തണുപ്പ്. നമ്മൾ ആദ്യമായിട്ട് അത്യാവശ്യം കെട്ടിപ്പറക്കിയൊക്കെ കൊണ്ടുപോയിണ്ടായി. പക്ഷെ പുറത്തിറങ്ങുമ്പോൾ സഹിക്കുന്നതിനൊരു പരിധി ഉണ്ടല്ലോ. അപ്പോൾ അടുത്ത കടയിൽ കയറിയിട്ട് ഒരു ഹോട്ട് ചോക്ലേറ്റ് കുടിക്കും. പിന്നെ എന്നിട്ട് അടുത്ത ഇത് വരെ നടക്കും. അത് കഴിഞ്ഞ് പിന്നെയും അടുത്ത കട. അപ്പൊ അന്ന് സെൻട്രൽ പാർക്കൊക്കെ ഇങ്ങനെ കംപ്ലീറ്റ് മൂടി കിടക്കുന്നത്. അപ്പൊ ഹോട്ട് ചോക്ലേറ്റും വെജിറ്റേറിയൻ പിസ്സ കൂടെ വെങ്കി ഉണ്ടായിരുന്നു. വെജിറ്റേറിയൻ പിസ്സ കണ്ട ഛർദിക്കുന്ന ഒരു ലെവൽ വരെ എത്തി.